ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ എന്ന് പറയുന്നത് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഷെൽഫ് ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ നമ്മളെല്ലാവരും മേക്കപ്പ് പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ മേടിക്കാറുള്ളവരാണ്, കോസ്മെറ്റിക്സ്, ക്രീംസ്. പക്ഷെ നമ്മൾ മേടിക്കും, പക്ഷെ ഇതിൻ്റെയൊക്കെ എക്സ്പയറി ഡേറ്റ്സ് ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ മിക്കവാറും എക്സ്പയറി ഡേറ്റ്സ് ഒന്നും ചെക്ക് ചെയ്യാതെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡ് മേടിക്കുമ്പോഴത്തേക്കും അതിൻ്റെ എക്സ്പയറി ഡേറ്റ്സ് ചെക്ക് ചെയ്യാറുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഇതുപോലെ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. പക്ഷേ ഫുഡ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെയും എക്സ്പയറി ഡേറ്റ്സ് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ലിപ്സ്റ്റിക്കിലായാലും എന്തിലായാലും മൈക്രോ ഓർഗാനിസംസും ബാക്ടീരിയാസൊക്കെ വളരും. അത് നമ്മുടെ സ്കിന്നിനെ ഭയങ്കര ദോഷമായിട്ട് ബാധിക്കാറുണ്ട്. സോ അതുകൊണ്ട് നിങ്ങളെല്ലാവരും മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ എക്സ്പയറി ഡേറ്റ്സ് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് ജനറൽ ആയിട്ടുള്ള ആ ഒരു ഷെൽഫ് ലൈഫിനെ പറ്റി ഡിസ്കസ് ചെയ്യാനാണ് വന്നേക്കുന്നത്. സോ നമ്മുടെ ഫൗണ്ടേഷൻ, കോമ്പാക്ട് പൗഡർ, കൺസീലർ, ഇതൊക്കെ കുറച്ച് അത്യാവശ്യം ഷെൽഫ് ലൈഫ് കൂടുതലുള്ള മേക്കപ്പ് പ്രോഡക്ട്സ് ആണ്. സോ ഇതിൻ്റെയൊക്കെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് ഒരു 6 months to 12 months ആണ്. അതായത് അപ് ടു 1 year വരെ ഇത് കേടുപാടുകളൊന്നും കൂടാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങൾ ചെക്ക് ചെയ്യുക, അതിൻ്റെ ബോട്ടിലിൻ്റെ ബാക്ക് സൈഡിൽ എന്തായാലും എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ അതും കൂടിയിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ വന്നിട്ട് നമ്മുടെ ലൈനർ, ഐ ഷാഡോ, മസ്കാര, ഇതെല്ലാം നമ്മുടെ ഐ മേക്കപ്പ് പ്രോഡക്ട്സ് ആൻഡ് ലിപ്സ്റ്റിക്. അപ്പോൾ ഇതെല്ലാം നമ്മളൊരു മാക്സിമം ഐ മേക്കപ്പ് നമുക്കൊരു 3 months to 4 months, 6 months ഒന്നും പോകാനേ പാടില്ല. നമ്മൾ എത്ര ഐ ഷാഡോസ് ആയാലും ഐലൈനേഴ്സ് ആയാലും എല്ലാം നമ്മളൊരു 3 months യൂസ് ചെയ്തിട്ട് നമ്മൾ പുതിയത് സ്റ്റോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. സോ നമ്മൾ വിചാരിക്കും പൈസ കൊടുത്ത് മേടിച്ചതല്ലേ, അതുകൊണ്ട് ഇത് തീരുന്നവരെ യൂസ് ചെയ്യാം. പക്ഷെ അത് ഡേഞ്ചറസ് ആണ്. നമ്മൾ കറക്റ്റായിട്ട് തന്നെ അത് റീപ്ലേസ് ചെയ്ത് യൂസ് ചെയ്യാം. കാരണം ഐസ് എന്നൊക്കെ പറയുന്നത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയാസ് ആണല്ലേ. അപ്പോൾ നമ്മൾ ഇതേപോലെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ 1 year ഒക്കെ അത് ഭയങ്കര എക്സീഡിങ് ആണ്. സോ അങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഐസിൽ നമുക്ക് ഇൻഫെക്ഷൻസ്, പിന്നെ ഐ ലിഡ്സിൽ ഇൻഫ്ലമേഷൻ, ബാക്ടീരിയ കൊണ്ട് ഇൻഫെക്ഷൻസ് ഒക്കെ വരും, ഇൻഫ്ലമേഷൻസ് വരും, പിന്നെ ചുമന്നിരിക്കുക, റെഡ്നെസ്, ചൊറിച്ചിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ അനുഭവപ്പെടും. സോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് തന്നെ കളയാം, അത് റീപ്ലേസ് ചെയ്യുക. നമ്മൾ പ്രോഡക്റ്റ് എത്രയും വേഗം തന്നെ റീപ്ലേസ് ചെയ്യുക. സോ 3 months അല്ലെങ്കിൽ 4 months കൂടുതൽ നമ്മൾ ഐ ഷാഡോസ് ഒന്നും യൂസ് ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ലിക്വിഡ് അല്ലെങ്കിൽ മോയ്സ്ചർ ഉള്ള മീഡിയത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബാക്ടീരിയാസ് ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെന്താണ് ഐലൈനർ, ലിക്വിഡ് ഐലൈനറൊക്കെ നമ്മൾ എഴുതും, പിന്നെയും അതെടുത്ത് ഡിപ്പ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ വെക്കുവാണ്. സോ ഇപ്പം ബാക്ടീരിയാസ് ഗ്രോ ചെയ്യാൻ പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാൻ സാധ്യതയുള്ള ഏരിയ ആണ് ലിക്വിഡ്. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഐ മേക്കപ്പ് ആയാലും മേക്കപ്പ് പ്രോഡക്ട്സ് മാക്സിമം ഷെയർ ചെയ്യാതിരിക്കുക. കാരണം ഷെയർ ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാമല്ലോ എന്തൊക്കെ സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യാണ്ടിരിക്കുക മേക്കപ്പ് പ്രോഡക്ട്സ്. സോ ഇറ്റ്സ് എ ബിഗ് നോ. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടാമിനേറ്റഡ് ആവാൻ ചാൻസ് ഉള്ളതാണ് നമ്മുടെ മേക്കപ്പ് ബ്രഷസ്. അപ്പോൾ വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് മേക്കപ്പ് ബ്രഷസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീക്ക്ലി വൺസ് അത് ക്ലീൻ ചെയ്യുക, വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മൾ ക്ലീൻ ചെയ്യാതെ യൂസ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ സ്കിന്നിൽ തന്നെ പിമ്പിൾസും, ബ്രേക്ക്ഔട്ട്സ്, റാഷസ് ഒക്കെ വരാൻ ചാൻസസ് വളരെ കൂടുതൽ. മേക്കപ്പ് ബ്രഷസ് നമുക്ക് അപ് ടു 1 year യൂസ് ചെയ്യാം. പിന്നെ അതിൻ്റെ ആ ഒരു ഡേറ്റ് കഴിയുമ്പോഴത്തേക്കും ആ ബ്രിസ്റ്റിൽസൊക്കെ ഇളകി പോരാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേക്കും അത് കംപ്ലീറ്റ്ലി ത്രോ ചെയ്ത് പുതിയത് റീപ്ലേസ് ചെയ്യാം. പിന്നെ ലിപ്സ്റ്റിക്സ് ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ ലിപ്സ്റ്റിക്സ് ഒക്കെ നമ്മളൊരു മാക്സിമം 1 year അതിന് മേലെ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ പറ്റും ഭയങ്കര കേക്കി ആയിട്ടിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കും, പാച്ചസ് ആയിട്ട് ഇളകി വരാൻ തുടങ്ങും. സോ അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ സിറം, ക്ലെൻസേഴ്സ്, അപ്പോൾ സിറം ഒക്കെ മാക്സിമം 6 months യൂസ് ചെയ്യാൻ പാടുള്ളൂ. ടോണർ ആൻഡ് സിറം മാക്സിമം 6 months ആണ് അതിൻ്റെ യൂസേജ് വരുന്നത്. സോ ടെക്സ്ചർ, കളർ, അതിൻ്റെ കളർ, സിറത്തിൻ്റെ കളറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്,
ടെക്സ്ചറിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ട്, സ്മെല്ല് വ്യത്യാസമുണ്ട്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മളത് അത് സ്റ്റോപ്പ് ചെയ്ത് പുതിയത് റീപ്ലേസ് ചെയ്യുക. പിന്നെ സൺസ്ക്രീൻ, ഫേസ് വാഷിനൊക്കെ നമുക്ക് ഷെൽഫ് ലൈഫ് കുറച്ചധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്കത് മാക്സിമം ഒരു 1 ഇയർ വരെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ പെൻസിൽ ഐലൈനേഴ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. സോ അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ് ടു 1 ഇയർ നമുക്ക് യൂസ് ചെയ്യാം. കാരണം നമ്മൾ കട്ട് ചെയ്ത് പോകുന്ന ആയതുകൊണ്ട് അപ് ടു 1 ഇയർ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ അല്ലാത്ത ലിക്വിഡ് ഐലൈനേഴ്സ് ഒക്കെ നമ്മൾ മാക്സിമം ഒരു 3-4 മന്ത്സ് അതിലും കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെയുള്ളത് നമ്മുടെ ബ്യൂട്ടി ബ്ലെൻഡേഴ്സ് അല്ലെ, നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു സ്പഞ്ച് നമ്മൾ മാക്സിമം ഒരു 3 മന്ത്സ് അതിൽ കൂടുതൽ നിങ്ങൾ യൂസ് ചെയ്യാണ്ടിരിക്കുക. സോ ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ചെറിയ കാര്യങ്ങളാണ്, പക്ഷെ ഇത് വലിയ വലിയ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ്. അപ്പോൾ ഓൾവേസ് നമ്മൾ മേക്കപ്പ് പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോൾ ബി കോഷ്യസ് ആൻഡ് ചെക്ക് ദ എക്സ്പയറി ഡേറ്റ്സ് ബിഫോർ ഓപ്പണിംഗ് ദ ബോട്ടിൽ. പിന്നെ ഇതാണ് ഒരു ജനറൽ ആയിട്ടുള്ളൊരു എക്സ്പയറി ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഇതാണ്. എത്ര നാൾ വരെ യൂസ് ചെയ്യാമെന്നുള്ള ഷെൽഫ് ലൈഫ് പീരീഡാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. സോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ഒരു ചെറിയ വീഡിയോ ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ഒരു ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തോളൂ. നിങ്ങളെൻ്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ബൈ, ലവ് യു ഓൾ.